പ്രേമിച്ചൊരാളെ കല്യാണം കഴിച്ചു. അയാളിപ്പോൾ ഒരു വേശ്യാലയം നടത്തുകയാണ്. ചിലപ്പം സ്ത്രീകളെ കിട്ടിയില്ലെങ്കിൽ എന്നെയും സപ്ലൈ ചെയ്യും. തിരുവനന്തപുരത്തെ നടുക്കിയ ഒരു കേസായിരുന്നു നന്ദൻകോട്. ഈ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷന് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും കൊന്നു. എന്നോട് ഈ അച്ഛൻ പറഞ്ഞു, ദിസ് ബോയ് ഹാസ് സം എക്സ്ട്രാ ഓർഡിനറി പവർ എന്ന്. പിന്നെ സംസാരം കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൺക്ലൂഷനിൽ യുവർ ബോയ് ഈസ് അപ് നോർമൽ. ജാതി വ്യവസ്ഥ ഉള്ളിൽ നിൽക്കുന്ന ഒരു പുരുഷനെ ഞാനൊരു നമ്പൂതിരി സ്ത്രീയോട് വേഴ്ച നടത്തി എന്ന് പറയുന്ന വലിയൊരു ക്രെഡിറ്റാണ്. എനിക്കൊരു അജ്ഞാത കോള് വന്നു. DYSP അങ്ങോട്ട് ചെന്നിട്ട് സിറ്റുവേഷൻ ഇടപെടാൻ തുടങ്ങുമ്പോൾ ഇവനൊരു വിറകുള്ളി എടുത്ത് DYSPയുടെ തലയ്ക്ക് ഒറ്റയാട്ടി. എലന്തൂര് നടന്ന നരഹത്യ, കാനിബോളിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെ കേട്ട് കഥകളിൽ മാത്രം വായിച്ചത് നമ്മുടെ പത്തനംതിട്ടയിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് വെടികൊണ്ട് വീണവനല്ലേ അവനെ കൊണ്ട് സാറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഹാർട്ടാണ് ആ സാർ. അവർ സാറിനെ ആക്രമിച്ച് എന്ത് ചെയ്യും? ചില സമയത്ത് വിക്ടിം നമുക്ക് ഇൻഫർമേഷൻ തരും. ആ സമയത്ത് മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിലെന്നെ അമ്പരപ്പിച്ച ഒരു രംഗമാണ്, ഞാൻ തലശ്ശേരി ASP ആണ്. എനിക്കൊരു ലെറ്റർ വന്നു. ഞാൻ പ്രേമിച്ചൊരാളെ കല്യാണം കഴിച്ചു. അയാളിപ്പോൾ ഒരു വേശ്യാലയം നടത്തുകയാണ്. ചിലപ്പം സ്ത്രീകളെ കിട്ടിയില്ലെങ്കിൽ എന്നെയും സപ്ലൈ ചെയ്യും. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ എനിക്കിത് കേട്ടം വല്ലാത്ത മാനസികമായ പ്രശ്നമായി. അങ്ങനെ ഞാൻ ഈ ലൊക്കേഷൻ പറഞ്ഞ വീട്ടിൽ ചെന്ന് പരിശോധിച്ചു. അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു എഴുത്ത് വന്നു. സാറേ, ഇത് കഴിഞ്ഞ ആഴ്ച എഴുതിയ സ്ത്രീയാണ്. സാറ് വീട്ടിൽ വന്ന് പരിശോധിച്ചെന്ന് മനസ്സിലായി. ആ സമയത്ത് സ്ത്രീകളോട് ഉണ്ടായിരുന്നു, പക്ഷേ സാറിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വേശ്യാലയത്തിൽ സാധാരണ ആളുകൾ പോകുന്ന ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അപ്പോൾ അവിടെ അന്ന് ജോലികളൊന്നുമില്ല, മനുഷ്യർക്ക് ഇവിടെ വരാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാനൊരു ഞായറാഴ്ച പിക്കപ്പ് ചെയ്തു. ഞായറാഴ്ച എന്തായാലും ആളിനെ കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനവിടെ ചെന്നപ്പം 3-4 പുരുഷന്മാരുണ്ട്, പക്ഷേ സ്ത്രീകളെ കാണുന്നില്ല. ഞാൻ വീടിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു ചുമ കേട്ടു. ചുമ കേട്ടാൽ ഞാൻ നിൽക്കുന്ന തൊട്ടടുത്തുള്ള ഭിത്തിൻ്റെ അവിടെ നിന്നാണ്. ഞാൻ അവിടെ തപ്പിയപ്പം ഈ തൊട്ടടുത്തിരിക്കുന്ന ഭിത്തി ഇൻസൈഡ് ഹോളോ ആണ്. അപ്പോൾ ഈ റെയ്ഡ് വന്നാൽ ഈ സ്ത്രീകളെ മുഴുവൻ ഭിത്തിക്കകത്തോട്ട് കയറ്റി അവരെ അടയ്ക്കും. അടച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ അറിയാതെ ചുമച്ചു പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോലീസിനെ കൊണ്ടത് ഭിത്തി തുറപ്പിച്ചിട്ട് 5 സ്ത്രീകളെയും പുറത്ത് കൊണ്ടുവന്ന് പുരുഷന്മാരെയും ലൊക്കേറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 5 സ്ത്രീകളിൽ 3 സ്ത്രീകൾ ഫ്രണ്ടും 2 സ്ത്രീകൾ പുറകിലാണ്. പുറകിക്കുന്ന സ്ത്രീ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എഴുത്തെഴുതിയ ഞാനാണ്. ഇങ്ങനെ എഴുതുന്ന കാണിച്ചിട്ട് തൊട്ട് കാണിച്ച് ഞാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ ഇതാണെന്ന്. അപ്പോൾ രസം തോന്നിയത് ഇവരുടെയൊക്കെ പേര് എഴുതിയെടുത്തു. രേണുക ശർമ്മ, ശാലിനി, റാണി, പ്രിയ നമ്പൂതിരി, 5 പേരും നമ്പൂതിരി പേര്. അപ്പോൾ ഭൂപരിഷ്കരണമൊക്കെ വന്നിട്ട് സ്വത്തുക്കളൊക്കെ നശിച്ചിട്ട് നമ്പൂതിരിയില്ലെങ്കിൽ ക്ഷയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വേശ്യാവൃത്തി ലെവലെത്തിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോലീസിനോട് പറഞ്ഞു, 4 സ്ത്രീകളെ പുറത്ത് നിർത്തുക, എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയെ മാത്രം നിർത്താൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ നമ്പൂരി സ്ത്രീയല്ല, നീ സത്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഈ 5 സ്ത്രീകളുടെയും പേരെടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത്, ഒരു സ്ത്രീ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു സ്ത്രീ ഒരു മുസ്ലിമാണ്, 2 സ്ത്രീകൾ OBC ആണ്, ഒരു സ്ത്രീ ഒരു SC/ST ആണ്, ഒരു ട്രൈബലുമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം എന്തിനാണ് ഈ നമ്പൂതിരി പേരൊക്കെ എടുത്തിരിക്കുന്നത്? സാർ, ഈ വേശ്യാവൃത്തിക്ക് വരുമ്പോൾ ഈ നമ്പൂതിരി പേരുള്ള പെൺകുട്ടികളുടെ റേറ്റ് ഡബിളാണ്. അതായത് ജാതി വ്യവസ്ഥ ഉള്ളിൽ നിൽക്കുന്ന ഒരു പുരുഷനെ ഞാനൊരു നമ്പൂതിരി സ്ത്രീയോട് വേഴ്ച നടത്തി എന്ന് പറയുന്ന വലിയൊരു ക്രെഡിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ പേരാണെങ്കിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ ചാർജാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള ഞാനൊരു താഴ്ന്ന ജാതിയാണ്, അല്ലെങ്കിൽ ഒരു പണ്ട് ഞങ്ങളുടെ യുവമാരൊക്കെ അടിച്ചമർത്താണെന്ന് ഉള്ളിൽ തോന്നലുള്ള ഒരു പുരുഷൻ ഒരു ബ്രാഹ്മണ സ്ത്രീയുമായി വേഴ്ച നടത്തി എന്നുള്ളത് ഓന് വലിയൊരു ക്രെഡിറ്റാണ്. അതിനാണ് ഈ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും 2 OBCകൾക്ക് ഒരു SC/ST വിഭാഗത്തിലൂടെ പെൺകുട്ടിക്ക് എല്ലാം നമ്പൂതിരി പേര്. അപ്പോൾ വേശ്യാവൃത്തിയിൽ പോലും ജാതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒന്നാണ്. ഈവൻ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ ദർ ഇസ് ജാതി ഇൻസൈഡ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ മറ്റേ സ്ത്രീ ബാക്കി 4 പേരും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ സ്ത്രീയെ വിളിച്ച ലെറ്റർ എഴുതിയ സ്ത്രീയെ ഞാൻ പറഞ്ഞ, നീ ആ ലെറ്റർ എഴുതി ഞാൻ ആരോടും പറയില്ല. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സാറിത് എന്തെങ്കിലും ഇത് പുറത്തു പോയാൽ
ഇന്ന് തന്നെ പെട്രോൾ ഒഴിച്ച് അവൻ കത്തിക്കും, ഭർത്താവ് കത്തിക്കും. ഒരു രീതിയിൽ ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 4-5 പേരെയും ചാർജൊക്കെ എഴുതി കോടതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് കിഡ്നാപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ എഴുതി കൊടുത്തു. അപ്പോൾ ജാമ്യം കിട്ടി. മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റിമാൻഡ് ചെയ്ത് പോകത്തില്ലേ. മനസ്സിലായി. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് വലിയ ശിക്ഷയൊന്നുമില്ലാതെ വിട്ടിയാണ്. പുരുഷന്മാരെ ഞാൻ വിട്ടില്ല. പുരുഷന്മാരെ ശിക്ഷിക്കാനുള്ള നടപടികളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളൊരു ക്രൈം സീനിൽ ചെല്ലുമ്പോൾ ഒരു നോർമൽ ക്രൈം സീൻ പോലെയല്ല എല്ലാ സീനും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വൈദ്യശ്രീയുടെ മകൾ സൂയിസൈഡ് ചെയ്ത കേസിൻ്റെ അവിടെ എനിക്ക് ഈ ദുഃഖം താങ്ങാൻ വയ്യാതെ അറിയാതെ കരഞ്ഞു പോയാൻ. അപ്പോൾ പബ്ലിക്കിന് മുമ്പ് വെച്ചൊരു പുരുഷ ഉദ്യോഗസ്ഥൻ കരയാമോ എന്ന് ചോദിച്ചാൽ കരഞ്ഞൂടാ. നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കണ്ടേ. അപ്പോൾ ഒരു ലോല ഹൃദയനായതുകൊണ്ടാണ് ഞാനങ്ങ് കരഞ്ഞു പോയത്. മറ്റേ കേസിൽ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ, ഒരു പുരുഷനെ സ്ത്രീയും പിടിച്ചാൽ എല്ലാവരെയും അകത്താക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി. പക്ഷേ ആ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായപ്പോൾ ആ പെൺകുട്ടികൾ നിസ്സഹായരാണെന്നും ആ ഭാര്യ നിസ്സഹായമാണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾക്ക് പരിക്കൊന്നും പറ്റാതെ ജാമ്യത്തിൽ വിട്ടിട്ട് ആ പ്രോസ്റ്റിറ്റ്യൂഷൻ പരിപാടി അയാളെ നിർത്തേണ്ടി വന്നു. ഹസ്ബൻഡിന് ഈ റെയ്ഡ് കഴിഞ്ഞതോടുകൂടി അയാൾക്ക് പിന്നെ ആ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല. ആ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റാതായപ്പോൾ ഭാര്യ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് 4 എണ്ണം തീർന്നു കഴിയുമ്പോൾ 5ാമത് പുരുഷൻ വന്നാൽ ഭാര്യയോട് പോയി കിടക്കാൻ പറയുക. അപ്പോൾ ആസ് എ വൈഫ് ഷീ വാസ് സോ ഡിവാസ്റ്റേറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് പിടിച്ച പുരുഷനെ സ്ത്രീ എല്ലാം കൂടെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ 2 ആഴ്ച കിടക്കും, പിന്നെ ജാമ്യം കിട്ടും, പോവും. ഞാൻ ആ സ്ത്രീകൾ വലിയ പെരുക്കൊന്നും ഇല്ലാതെ അവരെ രക്ഷപ്പെടുത്തി. ആ വീട്ടിൽ പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കി. ഈ പാവം സ്ത്രീ പിന്നീട് പരപുരുഷന് കടന്നു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നോർമൽ പോലീസ് ലൈഫിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് വളരെ ടച്ചിങ് ആണ്. ലളിതമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് സാറ് സമീപിക്കുകയും പക്ഷേ പോകെ ഭയങ്കരമായിട്ടും അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറിയൊരു ഒരു ഇൻസിഡൻറ്റ് ഇതായിരിക്കും. സാറിന് അത് കണ്ടപ്പോൾ തോന്നിയാൽ ഇത് ഈസിലി നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, കാരണം അത്രയും സജ്ജമാണ് പോലീസ് സേന, അത്രയും എക്യൂപ്ഡ് ആണ്, ക്യാപ്പബിൾ ആണ്. പക്ഷേ മുന്നോട്ട് പോകും തോറും ഇത് ഇറുകി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇൻസിഡൻറ്റ് സാറിന് പറയാനുണ്ടാവും? അല്ല, പല കേസിലും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ സിറ്റുവേഷൻ ചിലപ്പോൾ ടേൺ ചെയ്യും. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു 8 മണിയായപ്പോൾ എനിക്കൊരു അജ്ഞാത കോൾ വന്നിട്ട് പറഞ്ഞു, സാറേ നാളെ കടപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്തോ പ്രശ്നം, അത് ഞാൻ പറയാനൊക്കത്തില്ല സാറേ, എനിക്ക് പറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു. രാത്രി ഒരു 10 മണിയായപ്പോൾ ഞാനവിടെ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ കടപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അവരന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല. രഹസ്യ പോലീസിനെ വിട്ടു, ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. രാത്രി 10 മണിയായപ്പം ഒരു MP എന്നെ വിളിച്ചു, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. സാറേ കടപ്പുറത്ത് എന്തോ പ്രശ്നമുണ്ട്, വർഗീയ കലാപത്തിൻ്റെ രീതിയിൽ അത് മാറ്റാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് DYSP വിളിച്ചു. എന്തോ അവിടെ കുഴപ്പമുണ്ട്, എനിക്ക് 2 കോൾ വന്നിപ്പം. വിളിച്ചാലിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് അന്വേഷിക്കാം. DYSP നേരിട്ട് പോയി അന്വേഷിച്ചു, CA നേരിട്ട് പോയി അന്വേഷിച്ചു. 2 പേരും എന്നെ വിളിച്ച് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല സാറേ, ശാന്തമാണ്. ഞാൻ രഹസ്യ പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ സൈറ്റിൽ ചെന്നിട്ട് സാധാരണക്കാരോട് വല്ലതും ചോദിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അയാൾ പോയി അന്വേഷിച്ചിട്ട് വന്നു. എന്നോട് പറഞ്ഞു, സാറേ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഉച്ചക്കൊരു 11:30 കഴിഞ്ഞപ്പോൾ അവിടെ ബോട്ടിന് തീ വെക്കുന്നു എന്നൊരു വിവരം കിട്ടി. അപ്പോൾ ഈ മീൻ പിടിക്കുന്നത് സംബന്ധിച്ച് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് തമ്മിലൊരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അതൊരു ബോട്ട് കത്തിച്ച രീതിയിൽ വന്നു. ഞാൻ പെട്ടെന്ന് സിയോട് പറഞ്ഞു, സി അവിടെ ചെന്നു. സി തിരിച്ചു വിളിക്കുന്നില്ല, കാര്യം സി കടപ്പുറത്ത് നിന്ന് അയാളോട് ഇൻവോൾവ് ആയിപ്പോയി, രക്ഷപ്പെടാൻ വയ്യ. ഞാൻ DYSP വിളിച്ചു, എന്തോടെ കടപ്പുറത്ത് നീ ഒന്ന് അന്വേഷിക്കുക. CA പോയിട്ട് മറുപടി ഇല്ലയെന്ന് പറഞ്ഞു. DYSP പോയി. DYSP ആണ് താൻ കുരുങ്ങിപ്പോയി. DYSPക്ക് രക്ഷപ്പെടാൻ വയ്യ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഒരു 6 ബോട്ട് മുസ്ലിങ്ങളുടെയും 5 ബോട്ട് ഹിന്ദുക്കളുടെ കത്തി. അപ്പം ഞാൻ പെട്ടെന്ന് കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യാനാരായണ ഡാഷ് എന്ന് പറയുന്ന PhD-കാരൻ ആണ് അന്നത്തെ കളക്ടർ, ഒറീസ എന്നുള്ളതാണ്. ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പൂരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹയർ കാസ്റ്റാണ്. അപ്പോൾ EK നായനായിരുന്നു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ കളക്ടർ എന്തുകൊണ്ട് ദാസ എന്ന് ചോദിക്കും. ഈ ഡാഷ് എന്നുള്ളത് ജാതി അവിടെ ബ്രാഹ്മണൻ്റെ ഈക്വലൻ്റ് ആണെന്ന് മുഖ്യമന്ത്രി ദാസൻ എന്ന് വിളിക്കും. ദാസൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയാണല്ലോ. ഞാൻ പിന്നെ മുഖ്യമന്ത്രി തിരുത്തി, മുഖ്യമന്ത്രി ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ട് ചെന്ന് കളക്ടർ എൻ്റെ പോലീസ് വണ്ടിയിൽ കയറി എസ്കോട്ടും പൈലറ്റും കൊണ്ട് ഞാൻ അടിച്ചു വിട്ട് ഈ കടപ്പുറത്ത് നിന്ന് ഇറങ്ങി
റോഡിലിറങ്ങി അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വെടിയുണ്ട പായുന്ന ശബ്ദം ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൊണ്ട് വെടിയുണ്ട പായാണ്. ടക്ക് ടക്ക് എന്ന് വെടിയുണ്ട പോകുന്നു. ഞാൻ പെട്ടെന്ന് കളക്ടർ ഡക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും നല്ല നീളമുള്ള ആൾക്കാരാണ്. ഡക്ക് ചെയ്ത് എൻ്റെ കാറിനകത്ത് കയറ്റി ഞങ്ങൾ വേറൊരു വഴിക്ക് വിട്ടിട്ട് കറങ്ങി കടത്തിയിരുത്തി തന്നു. അപ്പോൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനുണ്ടായിരുന്നു, ഒരു മാഡ് മാൻ, മെൻ്റലി അൺസ്റ്റേബിൾ മാൻ. ഓക്കെ. അപ്പോൾ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി വന്ന് പ്രശ്നം ഉണ്ടാക്കി മാറിക്കണമെന്ന് പറഞ്ഞ് മാറ്റം നിർത്തി. DYSP അങ്ങോട്ട് ചെന്നിട്ട് സിറ്റുവേഷൻ ഇടപെടാൻ തുടങ്ങുമ്പം ഇവനൊരു വിറകുള്ളി എടുത്ത് DYSPയുടെ തലയ്ക്ക് ഒരൊറ്റ അടി. ഭാഗ്യത്തിന് DYSP ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ DYSP ചത്തുവിനാണ് ആ അടിക്ക്. അപ്പോൾ ജനക്കൂട്ടം നടക്കുന്നു, ഒരാൾ ഓടി വന്ന് അടിക്കുന്നു. ഇവൻ ഭ്രാന്തനാണെന്നൊന്നും പോലീസിന് അറിഞ്ഞൂടാ. വെടിവെച്ചു, അവൻ താഴെ വീണു. അപ്പോൾ പോലീസിന് പക്ഷേ ലാത്തി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മുക്കുവന്മാരുടെ കയ്യിലൊരു തുഴയുണ്ട്, അത് ഒരു 4 അടി 5 അടി നീളമുണ്ട്. ഈ കടലിൽ തുഴയാൻ ഉപയോഗിക്കുന്നത്. പോലീസിന് ലാത്തിക്ക് അതിൻ്റെ പകുതി നീളമേ ഉള്ളൂ. പോലീസ് ഇങ്ങനെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ തുഴ വെച്ച് തലക്കടിച്ചാൽ പോലീസുകാരൻ ചത്തുപോകും. ഹെൽമെറ്റുണ്ട്. അപ്പോൾ ലാത്തി ചാർജ് നടക്കത്തില്ല. അപ്പോൾ ഇവർ ടിയർ ഗ്യാസ് അടിച്ചു. ടിയർ ഗ്യാസ് അടിച്ചാലുള്ള പ്രശ്നം, കടൽക്കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഈ ടിയർ ഗ്യാസ് അവർക്കല്ല ഏൽക്കുന്നത്. ടിയർ ഗ്യാസ് നേരെ പോലീസിൻ്റെ മുഖത്തോടെ വരും. പോലീസിന് കണ്ണു മുഴുവൻ വെള്ളമായി നിൽക്കാനും വയ്യ. ടിയർ ഗ്യാസ് അടിച്ച് രക്ഷയില്ല, ലാത്തി ചെയ്യാനും പറ്റത്തില്ല, പിന്നെ വെടിവെപ്പല്ലേ നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെ ആണ് 5 വെടി വെച്ച്. ഈ വെടിയാണ് ഞങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നത്. ആ വെടി ഒരു 3 അടി താഴെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്കും കളക്ടർക്കും വെടി കിട്ടിയായിരുന്നു, ചത്തുപോയിരുന്നു. ഞങ്ങൾ മറുപടി കൂടെ ഇറങ്ങി. അന്ന് പോലീസ് ട്രെയിനീസ് 100 പേരുണ്ട്, അവരെയും കൂടെ കൊണ്ടുപോയി ഒരു വളരെ ബന്ധപ്പെട്ട് പ്രശ്നം സമാഹരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ വെടി കൊണ്ട് വീണ ആളിനെ, അപ്പം ഇയാൾ രക്ഷപ്പെട്ടതെന്നു വെച്ചാൽ, ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് പോകുമ്പോൾ ആദ്യത്തെ 5 വെടി 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ബാക്കി വന്ന വെടിയുണ്ട്. 1945 വെടിയുണ്ട്. ഒരു 50 കൊല്ലം വെടിയുണ്ട് ഇരുന്നപ്പോൾ വെടിമരുന്നിന് ശക്തിയില്ല, കാര്യമുണ്ട് ശക്തിയൊന്നുമില്ല. ശബ്ദവും കേൾക്കും, തീയും കാണും, പക്ഷേ വെടിയുണ്ടൊക്കെ വലിയ ബലമില്ല. അത് ഫയർ ചെയ്യും. പിന്നെ 5 വെടിയുണ്ട്, ഉണ്ടയില്ലാത്ത വെടിയും നോക്കും. ശബ്ദവും തീയും കാണും, പക്ഷേ ഉണ്ടയില്ല. ഇത് രണ്ടും പരാജയപ്പെട്ടെങ്കിലേ ഉണ്ടയുള്ള വെടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വെടിയാണ് പോയത്. 1945 ഉണ്ടയാണ് പോയത്. അപ്പം ഇയാളുടെ സ്കാപ്പിലേക്ക് കയറിയത് ബ്ലോക്കായിട്ട് അവിടെ ഇരുന്നു. അയാൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് അയാളെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുവരാൻ തുടങ്ങി. പോലീസ് പറഞ്ഞു, സാറിന് എന്തിനു മണ്ടത്തര കാണിക്കുന്നത്? പോലീസ് വെടികൊണ്ട് വീണവനല്ലേ, അവനെ കൊണ്ട് സാറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഹാർട്ടാണ് സാർ, അവർ സാറിനെ ആക്രമിച്ച് എന്ത് ചെയ്യും? നമ്മൾ അതൊക്കെ പറയാൻ കാര്യം. ഞാൻ പെട്ടെന്ന് വണ്ടിയെ കയറ്റി ഞാൻ ഉൾപ്പെടെ അടിച്ചു വിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെയൊക്കെ വിളിച്ച്, ഡോക്ടർ പെട്ടെന്ന് തപ്പി നോക്കിയിട്ട് പറഞ്ഞു വെടിയുണ്ട് അകത്ത് കയറി, എല്ല് പൊട്ടിച്ചിട്ടില്ലെന്ന്. അയാൾ കത്തി വെച്ച് എടുത്തത് പുറത്തെടുത്തു. ജനക്കൂട്ടം അങ്ങ് കയറി. പോലീസ് ആശുപത്രി വളഞ്ഞു. കാര്യം പോലീസ് വെടിവെപ്പിൽ പരിക്ക് പറ്റിയ ആളിനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, SP കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ആളിനെ ഉണ്ടയൊക്കെ പുറത്തെടുത്ത് കട്ടിലെ കൊണ്ട് കിടത്തുമ്പോൾ ഞാൻ വലിയ ഭക്തനായൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ മുട്ടുകുത്തി എൻ്റെ പോക്കറ്റിൽ നിന്ന് ജപമാല പുറത്തെടുത്തു. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ ശരീരത്തിൽ 2 ജപമാല ഉണ്ടാവും. കഴുത്തിലൊരു ജപമാല ഉണ്ടാവും, എൻ്റെ പോക്കറ്റിലൊരു ജപമാല ഉണ്ടാവും. ഈ ജപമാല പോപ്പ് ജോൺ പോളിട്ട മന്മാപ്പോപ്പ് എനിക്ക് അയച്ചു തന്നതാണ്. ഞാനത് വെച്ച് ഇങ്ങനെ ജപമാല അർപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അക്രമാസക്തമായ ജനം ഇങ്ങനെ ഒന്ന് വാർഡിൽ കയറിയപ്പോൾ SP മുട്ടുകുത്തി ജപമാല അർപ്പിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ജീവന് വേണ്ടി. അപ്പോൾ അവരെ കമ്പനം തോന്നി. കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയല്ലല്ലോ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് അവിടുത്തെ മൗലവി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചോണ്ട് ഈ SP-ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ SP പ്രസംഗിക്കാൻ വന്നിരുന്നു, നമ്മുടെ നബിദിനത്തിന് പ്രസംഗിക്കാൻ വന്നിരുന്നു. നമ്മുടെ പ്രവാചകനെ പറ്റിയൊക്കെ SP പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ SP-ക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കരുത്, സർക്കാരിനെതിരെ വിളിച്ചോളാം. അപ്പോൾ അവർ കുറച്ച് നേരം മുദ്രാവാക്യം വിളിച്ചിട്ട് അപ്പോൾ രോഗി അങ്ങ് രക്ഷപ്പെട്ടു. ഞാൻ ആ വീട്ടിൽ പിന്നെ അയാളുടെ വീട്ടിൽ കല്യാണം നടന്നപ്പോഴൊക്കെ ഞാൻ പോയി ഇയാളെ ചികിത്സിക്കാനൊക്കെ ഒരുപാട് സഹായമൊക്കെ ചെയ്തു. സാർ ഇത്രയും പറയുമ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലെന്ന് പറയുന്നത് 92 lakhs ആണ് സാറിൻ്റെ കഥകൾ കേട്ടിരിക്കുന്നത്. സ്പെഷ്യലി മരിച്ച ആളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിക്കുക. സാറിന് ഏറ്റവും ഇപ്പോഴും സാറിന് മനസ്സിൽ കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാർ ഇതുവരെ ഷെയർ ചെയ്യാത്ത ഒരു പാരനോർമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരു പ്രസൻസ് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ സൂപ്പർ നാച്ചുറൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബോഡി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് ഫിസിക്സിൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട്, സൈക്കോളജിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ 7 കളേഴ്സിൻ്റെ പ്രപഞ്ചം ലെസ് ദാൻ 15% കാണാൻ പറ്റും. പ്രപഞ്ചത്തിൻ്റെ 80% ബ്ലാക്ക് യൂണിവേഴ്സലാണ്. അവിടെ പ്രകാശമില്ല, യു കനോട്ട് സീ എനിത്തിങ്.
20% വിസിബിൾ യൂണിവേഴ്സ്. ആ വിസിബിൾ യൂണിവേഴ്സ് തന്നെ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീനിൽ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞാൽ ഒരു 15% ഉള്ളൂ. വയലറ്റിന് താഴെ അൾട്രാ വയലറ്റ് ഉണ്ട്, നമുക്ക് കാണാക്കത്തില്ല. പക്ഷെ അൾട്രാ വയലറ്റ് കാണാവുന്ന പട്ടിക്കൊക്കെ അത് കാണാൻ പറ്റും. റെഡിനപ്പുറത്ത് ഇൻഫ്രാറെഡ് ഉണ്ട്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല, പക്ഷേ ഇൻഫ്രാറെഡ് കാണാവുന്ന ജീവികളുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു 15% മാത്രം കാണുന്ന നമുക്ക് കാണാനൊക്കാത്തൊരു പ്രപഞ്ചം ഉണ്ടെന്ന് അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല. ഇനി ശബ്ദം, മനുഷ്യന് 20 decibels to 20,000 decibel വരെ കേൾക്കാം. പക്ഷെ അതിന് താപ്പോട്ടും അതിനപ്പുറത്തോട്ടും ശബ്ദമുണ്ട്. ഇപ്പോൾ രാത്രിയിൽ മനുഷ്യന് കേൾക്കാൻ പറ്റാത്തൊരു ശബ്ദം കേട്ടാൽ പട്ടി എഴുന്നേറ്റ് കുരയ്ക്കും. കാര്യം പട്ടിക്ക് ഈ ശബ്ദം കേൾക്കാം, നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ 20,000 ഡെസിബിൾസുള്ള മനുഷ്യൻ കേൾക്കുന്ന ശബ്ദം പ്രപഞ്ചത്തിലെ ആകെ ശബ്ദത്തിൻ്റെ 20% താഴെയുള്ളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 സെൻസസ് ഉണ്ട്, 5 ഡയമെൻഷൻസ്. കാഴ്ച, കേൾവി, സ്പർശനം ഉൾപ്പെടെ 5 ഇതുണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 10 ഡയമെൻഷൻ ഉണ്ടെന്നാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്ന 5 ഡയമെൻഷൻ അല്ലാത്ത 10 ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ മനുഷ്യന് അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന, അവന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രപഞ്ചം ലെസ് ദാൻ 15% ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തുള്ളതൊന്നും ഇല്ല, എൻ്റെ പഞ്ചേന്ദ്രിയത്തിന് അനുഭവിക്കാൻ പറ്റുന്നതൊന്നും ഇല്ല എന്ന് ചില നിരീശ്വരവാദികളും അഗ്നോസ്റ്റിക്കുകളൊക്കെ പറയും. സാറിന് അങ്ങനെയൊക്കെയുള്ള സാന്നിധ്യം അറിയാം. അത് ആ വ്യാഖ്യാനം ശരിയല്ല. അപ്പോൾ ചില ആളുകൾ അവരുടെ ദിവ്യശക്തി കൊണ്ട്, അവരുടെ ധ്യാനത്തിൻ്റെ ബലം കൊണ്ട് അവർ ഈ സാധാരണ മനുഷ്യൻ്റെ ദൃശ്യ ലോകത്തിന് അപ്പുറത്ത് പോയിട്ട് പലതും അവർ കാണാൻ പറ്റും. ചില സമയത്ത് ഈ കാണാത്ത ലോകത്തുള്ള ചില ആത്മാക്കൾ വിസിബിളായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. അതാണ് അസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്, അസ്ട്രൽ ബോഡി. അപ്പോൾ ഈ അസ്ട്രൽ ബോഡിയായിട്ട് വരുന്ന ഒരു അനുഭവം, ആ അനുഭവം 100 പേരെ എടുത്താൽ ഒരു 1-2 പേർക്ക് മാത്രമേ ആ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അനുഭവം അയാൾ പറയും ഇവൻ അന്ധവിശ്വാസിയാണ്, ഇവൻ പ്രേതത്തെ കണ്ടു, ഭൂതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നു എന്ന് മറ്റവൻ കളിയാക്കും. അതായത് ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് അനുഭവിക്കുന്നത് മാത്രമേ ഭൂമിയിലുള്ളൂ, അല്ലാത്ത ഇല്ല എന്ന് ഒരു നിരീശ്വര വിശ്വാസിയോ ഒരു അഗ്നോസ്റ്റിക്കോ വാദിച്ചു കഴിയുമ്പോൾ മനസ്സിലാകത്തില്ല. ഇപ്പൊ സാർ ഈ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷന്റെ പറഞ്ഞു, തിരുവനന്തപുരത്തെ നടുക്കിയ ഒരു കേസായിരുന്നു. നന്ദൻകോട് നദാൽ എന്ന് പറയുന്ന ആള് ഈ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷന് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും കൊന്നു. ഞാൻ താമസിക്കുമ്പോൾ 2 വീട് അപ്പുറത്താവും താമസിച്ചു. ആ സമയത്ത് ഞാൻ ആ സംഭവം നടന്ന വീട്ടിൽ നിന്ന് ഒരു 100 അടി അപ്പുറത്തൊരു വീട്ടിലാണ് ആ സമയത്ത് താമസിച്ചത്. സാർ ആ വീട്ടിൽ പോവല്ലേ? ഞാൻ അവിടെ പോയി. സാർ എങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് ഓറ കയറുമ്പോൾ തന്നെ ആ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യില്ലേ സാറിനൊക്കെ? കാരണം സാർ ഈ പയ്യൻ എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് ഈ കുട്ടിയുടെ അമ്മ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിരുന്നു, DMO ആയിരുന്നു, സെക്രട്ടേറിയറ്റിലെ മെയിൻ ഡോക്ടറായിരുന്നു. അച്ഛനെ എനിക്കറിയാം. അപ്പോൾ എന്നോട് ഈ അച്ഛൻ പറഞ്ഞു, ദിസ് ബോയ് ഹാസ് സം എക്സ്ട്രാ ഓർഡിനറി പവർ എന്ന് പറഞ്ഞു. ഞാനൊരു സൗഹൃദ സംഭാഷണം അവിടെ ചെന്ന് 10 മിനിറ്റ് വന്നു, കടൽ വന്നു. പിന്നെ സംസാരം കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് പേഴ്സൺ ഈസ് അബ്നോർമൽ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ 10 പറഞ്ഞ് അപ്പോൾ ഒന്നും വേണ്ടിയില്ല, ചായ കുടിച്ചതിന് പോന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, യുവർ സൺ ഈസ് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും അവൻ ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചു, അതാണ് ഇതാണ്. അവൻ്റെ പെങ്ങൾ ഡോക്ടറായിരുന്നു, ആ ഡോക്ടറും കൊല്ലപ്പെട്ടു, അമ്മയും ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കൺക്ലൂഷനിൽ യുവർ ബോയ് ഈസ് അബ്നോർമൽ. അദ്ദേഹം പറയുന്ന ആ അബ്നോർമൽ എക്സ്പീരിയൻസ് ഒരു പക്ഷേ മാനസികത്തിൻ്റെ പ്രശ്നമായിരിക്കും, ഹീ ഷുഡ് ബി ട്രീറ്റഡ് എന്ന് പറഞ്ഞു ഞാൻ. പക്ഷേ പുള്ളി അത് വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മയും സഹോദരിയും അപ്പനെയും വല്യമ്മയും ഉൾപ്പെടെ 4 പേരെ കൊല്ലുന്നത്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഈ അബ്നോർമലായിട്ടുള്ള ഫിസിക്സിൽ മനസ്സിലാക്കേണ്ട ചില സാധനമുണ്ട്, ചിലത് സൈക്കോളജിയാണ്. നമ്മൾ നോർമലി ചിന്തിക്കുന്ന അപ്പുറത്തായിട്ട് ചില തലച്ചോറിനകത്ത് കെമിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. ആ സമയത്ത് ദാറ്റ് പേഴ്സൺ വിൽ ഫീൽ സംതിങ് വിച്ച് അനദർ പേഴ്സൺ കനോട്ട് ഫീൽ. അത് ചില സമയത്ത് ട്രീറ്റ് ചെയ്യാവുന്ന അബ്നോർമാലിറ്റിയാണ്, ചില സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ട, ഈസ് നോർമലി ലൈക്ക് ദാറ്റ്. മനസ്സിലാകുന്നുണ്ട്. മറ്റൊരാൾക്ക് തോന്നാത്ത ഒരു കാര്യം ഐൻസ്റ്റൈൻ്റെ തലച്ചോറിൽ വരുന്നു, പക്ഷെ അതേ കാര്യം വേറൊരു സയൻറ്റിസ്റ്റിന് വരുന്നില്ല. ബോസിനത് കിട്ടി, വേറൊരാൾക്കത് കിട്ടുന്നില്ല. അപ്പം എല്ലാ സയൻറ്റിസ്റ്റിനും ആ ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പോൾ ഫിസിക്സിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, സൈക്കോളജി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് മന്ത്രവാദവും അന്ധവിശ്വാസവും പ്രചരിപ്പിച്ച് പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു മന്ത്രവാദ ലോബിയുണ്ട്. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സാർ, നമ്മുടെ എലന്തൂര് നടന്ന നരഹത്യ, കാരണം
കാനിബോളിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെ കേട്ട് കഥകളിൽ മാത്രം വായിച്ചത് നമ്മുടെ പത്തനംതിട്ടയിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ സാറിന് അത് ഞെട്ടിച്ചോ അതോ സാറിന് അത് കേട്ടപ്പോൾ? അല്ല, എനിക്കത് ഇന്ത്യയിൽ പല സ്ഥലത്ത് നടക്കുന്ന സംഭവമായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ കുക്കറിലൊക്കെ ഇട്ട് ഇവരിത് കഴിച്ചു എന്നൊക്കെ കഴിച്ചു പറയുന്നത് എന്നൊക്കെ ശരി അത് തന്നെയാണ് സാർ? ഇന്ത്യയിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഈ ബോഡി കഴിച്ചാൽ രക്ഷപ്പെടും എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ട് ഗ്രീസിലെ ആളുകൾ യുദ്ധം ജയിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി ഭക്ഷിച്ചാൽ യുദ്ധം ജയിക്കുമെന്നാണ്. അപ്പം പ്രസിദ്ധമായ ട്രോയ് യുദ്ധം. ആ ട്രോയ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഈ മന്ത്രവാദി അല്ലെങ്കിൽ പൂജാരി വന്നിട്ട് അഗമന്നോട് പറഞ്ഞു, യുദ്ധം ജയിക്കും, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, 13 ദിവസത്തിൽ താഴെ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം, എങ്കിലേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അഡ്വർടൈസ് ചെയ്തു. ഏതെങ്കിലും അപ്പനും അമ്മയും ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ തന്നാൽ 5000 സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ കണക്കിന് ഒരു 5 കോടി രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഒരു പെൺകുട്ടിയും കൊടുത്തില്ല. അപ്പോൾ 1000 കപ്പൽ സൈന്യം കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇയാൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇയാളുടെ മൂത്ത മോള് ഹൈഡ്ര ഇഫീജീനയ്ക്ക് 12 വയസ്സ് കഴിഞ്ഞ് 13 ആയിട്ടേ ഉള്ളൂ. ഇയാൾ രാത്രി വീട്ടിൽ വന്നിട്ട് മുട്ടായി മൂക്ക് കൊടുത്തിട്ട് മോളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി. അവളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് ബലി കൊടുത്തിട്ട് പോയി യുദ്ധമൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് അന്ന് രാത്രിയിൽ ഇയാളുടെ ഭാര്യ ക്ലിറ്റൻ നെസ്ട്ര ഒരു ആയുധം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഇയാൾ 10 വർഷത്തിൽ തന്നെ ക്ഷീണിച്ച് വന്ന് കിടക്കുമല്ലേ, പിച്ചാതിരുത്ത് ഒരൊറ്റ വെട്ടുപറ്റി. എന്നിട്ട് ചാവുന്നതിന് മുമ്പ് അയാളോട് പറഞ്ഞു, നീ എൻ്റെ മോളെ കൊന്നു, അതിനാ നിന്നെ കൊല്ലുന്നതെന്ന് ഈ ഭാര്യ പറഞ്ഞു എന്നാണ് ഈ ഗ്രീക്ക് പുരാണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ നമ്മുടെ മായാസ്, ഇങ്കാസ് അവർ മനുഷ്യരെ ബലി കൊടുക്കും, എന്നിട്ട് അവരുടെ ശരീരം മുറിച്ചിട്ട് ഭക്ഷിക്കും. ഏറ്റവും ഭയങ്കര ഇങ്കാസാണ് സൗത്ത് അമേരിക്കയിൽ, പെറുവിലുള്ള ഇങ്കാ ട്രൈബ്. അവർ മനുഷ്യനെ പൂജയൊക്കെ അവന് ആവശ്യമുള്ള എല്ലാം കൂടെ കൊടുക്കും. അവനറിയാം അവനെ കൊല്ലാൻ പോകുന്നു. അവൻ ചോദിക്കുന്ന എല്ലാം കൊടുക്കും. മധുരം വേണോ, ആഹാരം വേണോ, ഇന്ന സ്ത്രീയോട് ലൈംഗിക ചേർത്തണം, എല്ലാം സാധിച്ചു കൊടുക്കും. എന്നിട്ട് അവനെ റിച്വലിസ്റ്റിക്കായിട്ട് കൊന്നിട്ട് അവനെ കറി വെച്ച് ഭക്ഷിക്കും. രാമായണത്തിൽ അശ്വമേധം കഴിഞ്ഞിട്ട് കുതിരയും ഒരു സ്ത്രീയെയും കൂടെ അല്ലേ കൊന്നിട്ട് ഭക്ഷിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ പഴയ പല സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഈ ബലി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ചില സ്ഥലത്ത് ചിലർക്ക് മാത്രമേ ആ ഫീലിംഗ് കിട്ടുള്ളൂ.